നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ അന്തരീക്ഷം കുറച്ചുകൂടി ഗൗരവമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. ഇന്നലെ ഒരു മാധ്യമത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ചെറിയൊരു ഭാഗം എനിക്ക് പറയേണ്ടി വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട്. കാരണം കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കാലത്തും വർഗീയതയെ പൂർണ്ണമായി അകറ്റി നിർത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് മതനിരപേക്ഷതയൊക്കെ പറയുമെങ്കിലും 4 വോട്ടിനു വേണ്ടി ഏത് വർഗീയതയുമായി കൂടിച്ചേരുന്നതിന് മടി കാണിച്ചിരുന്നില്ല. തൽക്കാലം വോട്ട് പോരട്ടെ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇവിടെ കോലീബി സഖ്യമുണ്ടായത്. അത് അന്നത്തെ നിലയിൽ ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷേ വടകര ലോക്സഭാ മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലും കോലീബി സഖ്യമുണ്ടാക്കി. അതിലൂടെ BJPക്ക് അഭിമതരായ ആളുകളെ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും എത്തിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ കേരളീയ സമൂഹം വലിയ ജാഗ്രത വർഗീയതയ്ക്കെതിരെ പുലർത്തുന്നൊരു കാലമായതുകൊണ്ട് തന്നെ ആ നീക്കം ഫലവത്തായില്ല. സാധാരണ കണക്ക് ശാസ്ത്രമനുസരിച്ച് 2 × 2 = 4 എന്ന കണക്ക് ശാസ്ത്രമനുസരിച്ചാണെങ്കിൽ ഇവർക്കെല്ലാമുള്ള പിൻബലം, ആ വോട്ടിൻ്റെ പിൻബലം കണക്ക് കൂട്ടിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന കോലീബി സ്ഥാനാർത്ഥി ജയിച്ചു വരുമെന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. പക്ഷേ ആ കണക്ക് ശാസ്ത്രമല്ല, ജീവനുള്ള മനുഷ്യനാണല്ലോ ഇതിന് പ്രതികരിക്കേണ്ടത്. അവരുടെ പ്രതികരണം അവരുടെ ബോധത്തിൽ നിന്നാണ് ഉണ്ടായത്. അത് മതനിരപേക്ഷതാ ബോധമായിരുന്നു, വർഗീയതയ്ക്കെതിരെയുള്ളതായിരുന്നു. അങ്ങനെയാണ് ആ 2 സ്ഥലത്തും ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. അവിടെ അവരെ പരാജയപ്പെടുത്താൻ കഴിയും. പക്ഷേ നീക്കങ്ങൾ ഇവിടെ അവസാനിച്ചില്ല കേട്ടോ. പിന്നീടൊരു ഘട്ടത്തിൽ കേരളത്തിൽ UDF അധികാരത്തിലിരിക്കുമ്പോൾ RSSൻ്റെ ഒരു പ്രധാനി പരസ്യമായ ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായി. നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത് 40 സീറ്റുകളിൽ ഞങ്ങൾ കൂടി പിന്താങ്ങിയത് കൊണ്ടാണ് എന്ന കാര്യം ഓർമ്മ വേണം എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ നീക്കുപോക്കുകളും പരസ്പര ധാരണയും ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു എന്നതാണ് പിന്നീടുള്ള അനുഭവം. അത് മാറി മാറി എവിടം വരെ എത്തി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ തിരുവനന്തപുരത്ത് നേമത്ത് നിന്ന് ഒരു BJP അംഗം അസംബ്ലിയിലേക്ക് ജയിച്ചു വരുന്ന നിലയുണ്ടായി. അങ്ങനെ ജയിച്ചു വരുമ്പോൾ കണ്ട കാര്യം, സാധാരണഗതിയിൽ കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ആ മണ്ഡലത്തിൽ ലഭിച്ചില്ല എന്നതാണ്. മത്സരിച്ച UDF സ്ഥാനാർത്ഥി തന്നെ പിന്നീടത് വ്യക്തമാക്കുന്ന നിലയുമുണ്ടായി. അദ്ദേഹം ജയിച്ചു വന്നപ്പോൾ BJP അക്കൗണ്ട് തുറന്നു എന്ന ആവേശത്തിലേക്ക് BJP മാറി. ഒരു സംശയവുമില്ലാതെ അതിന് സൗകര്യമുണ്ടാക്കിയത് കോൺഗ്രസ്സാണ് എന്നത് നാടിന് ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ
2024 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു. സാധാരണ നിലക്കുള്ള കണക്കനുസരിച്ച് BJPയുടെ നേരത്തെയുള്ള വോട്ടിൽ വർധനവുണ്ടാകുന്നു. എന്നാൽ മത്സരിച്ച രണ്ട് മുന്നണികൾ, ഒന്ന് ഞങ്ങളും മറ്റൊന്ന് UDF-ഉം. UDF-ൻ്റെ വോട്ടിൽ 86,000-ഓളം വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു. ഞങ്ങളവിടെ ജയിച്ചു വരുമെന്നായിരുന്നു ഞങ്ങൾ കണക്കൂട്ടിയത്. ജയിക്കാൻ ഞങ്ങൾക്കായില്ലെങ്കിലും 2019 കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് നേടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. എന്നാൽ UDF-ന് 86,000 വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു. ആ വോട്ട് നേരെ BJP-യിലേക്ക് പോകുന്നു. അപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കുന്നു. നിങ്ങൾ വിശദമായി കണക്കുകൾ പരിശോധിക്കുന്നവരാണല്ലോ. ഇപ്പോൾ വർത്തമാനകാലമായതുകൊണ്ട് ഇപ്പോൾ നടന്ന തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനാണല്ലോ BJP നേടിയിട്ടുള്ളത്. ആ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈ ഏതാണ് എന്ന് ചെറിയൊരു അന്വേഷണം നിങ്ങൾ നടത്തിയാൽ മനസ്സിലാവുമല്ലോ. അവിടെ ചില ഡിവിഷനുകളിൽ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും വോട്ടിൽ സാരമായ കുറവ് വന്നിട്ടുണ്ടല്ലോ. ആ വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് പോയതായി കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള നീക്കങ്ങൾ എങ്ങനെ വന്നു? അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ജയത്തിലും ഒരു പങ്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വഹിച്ചിട്ടുണ്ടല്ലോ. രണ്ട് ഭാഗത്തും നീക്കങ്ങൾ ഉണ്ടായതായി കാണാൻ സാധിക്കും. രണ്ടു കൂട്ടരും പരസ്പര ധാരണയിൽ LDF ജയിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് രണ്ടു കൂട്ടരും പ്രാദേശികമായി ഉണ്ടാക്കിയ പരസ്പര ധാരണയിൽ വോട്ടുകൾ മാറി ചെയ്തുവെന്ന് അതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുകയില്ലേ? എങ്ങനെയാണ് ഇത്തരത്തിലൊരവസ്ഥ വന്നത്? ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റേതായ ജാഗ്രതയിൽ കുറവ് വരുന്നുണ്ടോ? വർഗീയതയ്ക്കെതിരെ ശക്തമായ പൊതുബോധം നിലനിന്നിരുന്ന ഒരു സമൂഹമാണിത്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരിടം എന്ന നിലയിലാണ് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ പരിശ്രമിച്ചത്. ഇന്ന് നവോത്ഥാന നായകരിൽപ്പെട്ട ഒരാളുടെ മന്നത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസവും കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ കാലത്തെ തുടർച്ച അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? വർഗീയതയ്ക്കെതിരെയുള്ള ജാഗ്രതാബോധം അതിൽ കുറവ് വരുന്നുണ്ടോ? നമ്മുടെ നാടിന് പലതരത്തിലുള്ള പ്രത്യേകതകൾ നാം പറയാറുണ്ട്. ഇവിടെ ആർക്കും ഏത് തരത്തിലുള്ള വിശ്വാസവും കൊണ്ട് നടക്കാം. ഏത് വിശ്വാസിക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കാം. ഏത് ആരാധനാലയത്തിലും അവരുടെ വിശ്വാസമനുസരിച്ച് ആരാധിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട്. ഇതൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാത്ത കാര്യമാണ്. പലയിടത്തും നടക്കാത്ത കാര്യമാണ്. ഭക്ഷണത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ എല്ലാം ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഇതിൽ നിന്നെല്ലാമുള്ള ഒരു തുരുത്തായാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രമായാണ് കേരളം നിൽക്കുന്നത്. ആ കേരളം മാറുകയാണോ? ആ മാറ്റം എങ്ങോട്ട് എന്നത് നാം ഗൗരവമായി കാണണം. മറ്റ് തർക്കങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉന്നയിക്കാം. പക്ഷേ
നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് തിരിച്ചു പോവുകയാണെങ്കിൽ അത് കേരളത്തിൽ ഇന്ന് കാണുന്ന പലതും നഷ്ടപ്പെടുന്നതിനിടയാക്കും. കേരള തനിമ നഷ്ടപ്പെടും, മതനിരപേക്ഷത മൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇവിടെ നാം അഭിമാനിക്കുന്ന പലതും ഇല്ലാതാകും. ആ ഒരവസ്ഥ നാം എല്ലാവരും ഗൗരവത്തോടെ കാണണം. അതിനെതിരെയുള്ള ജാഗ്രത നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവണം. ഞങ്ങൾക്കിതിൽ തുറന്ന മനസ്സാണ്. കുറച്ച് വോട്ടുകൾക്കും 4 സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങളില്ല. ഇത് ഞങ്ങളുടെ തുറന്ന സമീപനമാണ്. വർഗീയ ശക്തികളെ അകറ്റി നിർത്താനാവണം. വർഗീയതയുമായി ബന്ധപ്പെടാതിരിക്കണം. ഏത് വർഗീയതയും നാടിന് ആപത്ത് മാത്രമേ സൃഷ്ടിക്കൂ എന്നത് തിരിച്ചറിയാനാവണം. ഇതാണ് പ്രധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.